ഇന്ന് നമുക്ക് ഇന്ത്യയിലെ മണ്ണിനങ്ങളെ കുറിച്ച് പഠിക്കാം. ഡിസംബർ 5 മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നു. പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ്, വരണ്ട മണ്ണ്, ലവണ മണ്ണ്, ചുവന്നതും മഞ്ഞ നിറത്തിലുമുള്ളതുമായ മണ്ണ്, വനമണ്ണ്, ചെങ്കൽ മണ്ണ്. എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് എക്കൽ മണ്ണാണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങൾ പ്രധാനമായി കാണുന്നു. എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നു. എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് അടങ്ങിയിരിക്കുന്ന ധാതു നൈട്രജൻ ആണ്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് എക്കൽ മണ്ണാണ്. കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമികളിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങൾ കാണപ്പെടുന്നു. ചെർണോസം, റിഗർ മണ്ണ്, പരുത്തി മണ്ണ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ നടക്കുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് കുറവാണ്. പരുത്തി, നിലക്കടല എന്നീ കൃഷിക്ക് യോജിച്ച മണ്ണാണ് കറുത്ത മണ്ണ്.